ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒറട്ടി ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മൾ മലയാളികൾ ആരും തന്നെ കാണില്ല അല്ലേ? ഒട്ടും തന്നെ എണ്ണയില്ലാതെ വളരെ രുചികരമായിട്ടുണ്ടാക്കിയതാണ് ഒറട്ടി. അതിൻ്റെ കൂടെ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബീഫ് റോസ്റ്റിന് വേണ്ടിയുള്ള ബീഫാണിത്. 1/2 കിലോ ഉണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ബീഫ് ഉണ്ടാക്കാനായിട്ടുള്ള കുക്കർ ചൂടാക്കാനായിട്ട് വെക്കാം. കുക്കർ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. 3 ഏലക്കായും 3 ഗ്രാമ്പൂവും 2 കഷ്ണം പട്ടയും ചേർത്തു. അല്പം കറിവേപ്പില ഇടാം. ഇതിൽ 2 സവാള സ്ലൈസ് ചെയ്തതാണ്. സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടിയ ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കണം. 10-15 അല്ലി വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വച്ചിരുന്നാൽ, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അരച്ച് വച്ചിരുന്നാൽ നല്ല എളുപ്പമാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 3 ടീസ്പൂൺ ചേർക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഇതൊരല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നല്ലതുപോലെ കുതിർന്നിരിക്കും. അതാകുമ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള സവാളയിലോട്ട് ചേർക്കുമ്പോൾ ഒട്ടും തന്നെ മസാല കരിയുകയില്ല. ഇതിൽ ഞാൻ ടൊമാറ്റോ ചേർക്കുന്നില്ല. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ 2-3 പച്ചമുളക് കൂടി ചേർക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർക്കാം. ബീഫിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഞാൻ കഴുകി ഒരു അരിപ്പയിൽ വച്ചിരുന്നതാണ്. അപ്പോൾ അതിലുള്ള വെള്ളം എല്ലാം ഊറിപ്പോയി. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിൽ തൈര് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. തൈര് ചേർത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ ബീഫിന്. പ്രത്യേകിച്ച് ഇതിൽ എണ്ണയൊക്കെ വളരെ കുറച്ചാണല്ലോ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി രുചി കൂട്ടാനായിട്ട് ഞാനിതിൽ കുറച്ച് തേങ്ങ കൊത്തുകൂടി ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക. പക്ഷേ നല്ല ടേസ്റ്റാണ് ബീഫിന്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ 1 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. ബീഫിൽ നിന്നും വെള്ളം ഊറി വരുമല്ലോ, അപ്പോൾ ഇത്രയും വെള്ളം ധാരാളം മതിയാകും. കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ കേൾക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ലോ ആക്കി വെക്കണം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വരെ വേവിക്കാം. ഇടയ്ക്ക് വിസിൽ വന്നാലും കുഴപ്പമില്ല, പക്ഷേ ലോ ഫ്ലെയിമിൽ വേവിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ആ സമയം കൊണ്ട് നമുക്ക് ഉരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് 2 കപ്പ് വെള്ളം എടുത്തു. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്തൊന്ന് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം ഇതിൽ 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി പുട്ടുപൊടിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഏത് ബ്രാൻഡ് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം 1 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും ഒന്ന് നനഞ്ഞ് വരാനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തടിത്തവിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രമായാലും ഇതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. ഇതിനി ഒരല്പം സമയം നമുക്ക് വയ്ക്കാം. 5-10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഒന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചത് പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി ആയതുകൊണ്ട് ഉരട്ടി സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചിലർക്കൊക്കെ സോഫ്റ്റായിട്ടുള്ള ഉരട്ടിയാണ് ഇഷ്ടം. ചിലർക്കൊക്കെ തരിതരിപ്പോടെ ഇരിക്കുന്ന പുട്ടുപൊടി കൊണ്ടുണ്ടാക്കിയ ഉരട്ടി. 1 കപ്പ് മാവ് കൊണ്ട് 3 ഉരട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉരട്ടി എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ളതാണല്ലോ. ഇത് ഒരേ ഷേപ്പിൽ കിട്ടാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഈ പാത്രത്തിലാകുമ്പോൾ എല്ലാം ഒരേ റൗണ്ടിന് ഒരേ ഷേപ്പിൽ കിട്ടും. ഇതുപോലൊരു നനഞ്ഞ തുണി കൂടി ഉപയോഗിച്ചാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല.
അതുപോലെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരു ഉരുട്ടി പരത്തി നമ്മൾ ചുടുന്ന സമയം കൊണ്ട് അടുത്ത ഉരുട്ടി നമുക്കിതുപോലെ പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഓരോ ഉരുള മാവ് ഇതുപോലെ വച്ചതിന് ശേഷം അത് കൈ ഒന്ന് നനച്ചതിന് ശേഷം പരത്തിയാൽ ഒട്ടും തന്നെ നമ്മുടെ കയ്യിലും ഒട്ടിപ്പിടിക്കുകയില്ല. നല്ല എളുപ്പമാണ്. ജീരകവും തേങ്ങയും ഒക്കെ ചേർത്ത ഉരുട്ടി ആയതുകൊണ്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റുമായിരിക്കും. ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഉരുട്ടിയിൽ സാധാരണയായിട്ട് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത ഒരു പലഹാരമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയുമില്ല, നന്നായിട്ട് കുക്കായി വരികയും ചെയ്യും. തീ ഒരല്പം കുറച്ച് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് നോക്കുക. അടിഭാഗം വെന്ത് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് ബബിൾസ് വന്നു തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. രണ്ട് ഭാഗവും ഇതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാവുന്നതാണ്. എത്രത്തോളം ഈ ഉരുട്ടി മൊരിഞ്ഞ് കിട്ടും അത്രയും ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഉരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ള ഉരുട്ടിയും ചുട്ടെടുക്കാം. വളരെ രുചിയായിട്ടുള്ളതും ആരോഗ്യകരമായിട്ടുള്ളതും എല്ലാ പ്രായക്കാരും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒന്നാണ് ഈ ഉരുട്ടി. വൈകുന്നേരം ചായ കുടിക്കാനാണെങ്കിൽ ബെസ്റ്റാണ്. ഇതിനിടയിൽ തന്നെ ബീഫ് റെഡി ആയിട്ടുണ്ട്. വിസിലൊക്കെ പോയി ഇത് തണുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. എണ്ണ വളരെ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ ഒരു ബീഫ് കറി ഏത് പലഹാരത്തിനോടൊപ്പവും കഴിക്കാൻ സൂപ്പറായിരിക്കും. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നൊരു പ്രധാന കാര്യം കൂടി പറയാനുള്ളത്, ബീഫ് വർഷത്തിലോ 1, 2, 3 പ്രാവശ്യമൊക്കെ കഴിച്ചാൽ മതി. കൂടുതൽ കഴിക്കുന്നത് ഇത്ര നല്ലതല്ല. റെഡ് മീറ്റ് എപ്പോഴും കുറച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഞാനിത് വർഷത്തിൽ 1, 2 പ്രാവശ്യമാണ് ഉണ്ടാക്കാറുള്ളത്. പൊതുവെ കേരളീയർ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബീഫ്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ. ബീഫിനോടൊപ്പം കുറച്ച് സലാഡ് കൂടി കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ബീഫ് വാങ്ങിക്കുമ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കുക. കൂടെ കുറച്ച് ഉരുട്ടിയും കൂടി. വീട്ടിലെല്ലാവരും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.